കാസർഗോഡ് കുമ്പളയിൽ യക്ഷഗാന കലാകേന്ദ്രത്തിനായി ചെലവഴിച്ച മുഴുവൻ പണവും സർക്കാർ നൽകിയില്ലെന്ന് പരാതി. കെട്ടിട നിർമ്മാണ സമയത്ത് കമ്മിറ്റി കൺവീനറായിരുന്ന അനന്ത പൈയുടെ ഭാര്യയാണ് പരാതിയുമായി എത്തിയത്. 2019 ഹൈക്കോടതി അനുകൂല വിധി പറഞ്ഞെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കുടുംബത്തിന് പണം നൽകിയിട്ടില്ല. കുമ്പള മുജുങ്കാവിൽ യക്ഷഗാന കലാകേന്ദ്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. യക്ഷഗാന കലാരൂപത്തെ യുവതലമുറയ്ക്ക് പരിചയപ്പെടുത്താനുള്ള പഠന പരിശീലന കേന്ദ്രം, ഗവേഷണത്തിന് ഉപയോഗിക്കാവുന്ന ലൈബ്രറി, യക്ഷഗാന പരിപാടികൾക്കായുള്ള ഹാൾ എന്നിവയായിരുന്നു ലക്ഷ്യം. ഈ കെട്ടിട നിർമ്മാണത്തിനായി രൂപീകരിച്ച സമിതിയുടെ കൺവീനറായിരുന്നു കുമ്പള സ്വദേശി അനന്തപൈ. 44 ലക്ഷത്തിലധികം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചപ്പോൾ സർക്കാർ ആദ്യ ഗഡുവായി 19,90,000 രൂപ നൽകി. കെട്ടിട നിർമ്മാണം ആദ്യഘട്ടം പൂർത്തിയായി. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പെത്തിയതോടെ സർക്കാർ ഫണ്ട് നിലച്ചു. നിലവിൽ 12 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചെന്നാണ് അനന്തപൈയുടെ കുടുംബത്തിന്റെ പരാതി. കിട്ടാനുള്ളത് 5,03,000 രൂപ സർ. ഇപ്പോൾ അതിൽ ഓൾറെഡി GST കട്ടാക്കിയിട്ടുണ്ട്, ഇൻകം ടാക്സ് കട്ടാക്കിയിട്ടുണ്ട്. ബില്ല് ജനറേറ്റ് ആയിട്ട് നവംബർ മാസത്തിൽ തന്നെ ബില്ല് ജനറേറ്റ് ആയിട്ട് അലോട്ട്മെൻറ്റ് എല്ലാം ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ സബ് ട്രജറിയാണ് ടെക്നിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ബില്ല് റിട്ടേൺ ചെയ്തത്. നിർമ്മാണ സാമഗ്രികൾ വാങ്ങിയ കടകളിൽ നിന്ന് നൽകാനുള്ള പണം ആവശ്യപ്പെടാൻ തുടങ്ങിയതോടെ കൺവീനറായിരുന്ന അനന്തപൈ അന്നത്തെ മഞ്ചേശ്വരം MLA-യുടെ ഉറപ്പിനെ തുടർന്ന് സ്വന്തം ഭൂമി വിറ്റ് കടം വീട്ടി. ഇതിനിടെ ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് അനന്തപൈ മരിച്ചു. 2013 അച്ഛന് ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് വന്നു. എന്നിട്ട് ഓപ്പൺ സർജറി ആയിട്ട് മൈസൂരിൽ നിന്ന് നമ്മൾ തിരികെ വന്നിട്ട് ഒരു 2 ആഴ്ച ആകുമ്പോൾ അച്ഛന് മരിച്ചു സർ. അനന്തപൈയുടെ ഭാര്യ വിനോദിനി പരാതി നൽകിയതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടവും ഹൈക്കോടതിയും കുടുംബത്തിനനുകൂലമായി ഉത്തരവിറക്കി. പക്ഷേ സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ട്രഷറിയിൽ നിന്ന് പണം അനുവദിക്കുന്നില്ല. കളക്ടറിന് റിക്വസ്റ്റ് ലെറ്റർ ഒന്ന് തന്നു സർ കഴിഞ്ഞ മാസം. ഈ പൈസ നമുക്ക് ഇതുവരെ കൈമാറിയിട്ടില്ല എന്ന്. അപ്പോൾ കളക്ടർ പറഞ്ഞു ഈ അലോട്ട്മെൻറ്റ് നമ്മൾക്ക് തരാൻ മാത്രമേ പറ്റൂ, ബില്ല് വൗച്ചർക്കാരെയല്ല കുമ്പള പഞ്ചായത്താണ് ചെയ്യണമെന്ന് പറഞ്ഞു. പഞ്ചായത്തിൽ ഇപ്പോൾ സെക്രട്ടറി സ്ഥലം മാറിയിട്ടുണ്ട് സർ. ഇപ്പോൾ പുതിയ ആൾക്ക് ചാർജ് ഉണ്ട്, പക്ഷെ അവർക്ക് ആ ഫയലിൻ്റെ അത്ര ഒരു ധാരണയില്ല. തുളുനാടിന്റെ യക്ഷഗാന കുലപതി പാർത്തി സുബ്ബയ്യയുടെ സ്മരണയ്ക്കായി പണിത കെട്ടിടം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം പരിപാലിക്കാൻ സാംസ്കാരിക വകുപ്പ് പോലും തയ്യാറാകുന്നില്ല. ന്യൂസ് മലയാളം, കാസർഗോഡ്.